ഇന്നലെ പാലക്കാട് വോട്ട് ചെയ്യാൻ പ്രത്യക്ഷപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ MLA തിരിച്ച് അവിടെ നിന്നും പത്തനംതിട്ട അടൂർ നെല്ലിമുകളിലെ വീട്ടിലേക്ക് എത്തിയിട്ടില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് അടൂർ നെല്ലിമുകളിലെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ വീടിന് മുൻവശത്താണ്. ഇപ്പോൾ വീട്ടിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ അമ്മയും സഹോദരി ഭർത്താവുമുണ്ട്. ഇന്ന് പുലർച്ചെ ഒരു വാഹനം ഈ വീട്ടിലേക്ക് വന്നതായി സൂചനയുണ്ട്. അതിനുശേഷം കുടുംബാംഗങ്ങളുമായി ആ വാഹനത്തിലെത്തിയവർ സംസാരിക്കുകയും അതിനുശേഷം ആ വാഹനം ഇവിടെ നിന്ന് മടങ്ങിപ്പോവുകയും ചെയ്തിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ അടൂർ നെല്ലിമുകളിലെ വീടിന് മുൻവശത്ത് പോലീസ് സ്ഥാപിച്ചിരിക്കുന്ന ബാരിക്കാഡാണിത്. രാഹുൽ മാങ്കൂട്ടത്തിലും യുവതിയും തമ്മിലുള്ള ഫോൺ സംഭാഷണം റിപ്പോർട്ടർ TV പുറത്ത് വിട്ടതിന് ശേഷം DYFIയും CPMും BJPയും ഒക്കെ വലിയ പ്രതിഷേധങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ അടൂർ നെല്ലിമുകളിലെ ഈ വീടിന് മുന്നിലേക്ക് നടത്തിയിരുന്നു. അന്ന് പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡുകളാണ് ഇപ്പോഴും അതേപോലെ തന്നെ ഇവിടെ ഉള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം എന്ന് പറയുന്നത് കോൺഗ്രസിനുള്ള ഒരു ഗ്രൂപ്പ് വാറാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിയമമുണ്ടല്ലോ, രാജ്യത്ത് സുപ്രീം കോടതിയുണ്ട്, ഹൈക്കോടതിയുണ്ട്, അടക്കം എല്ലാ കോടതികളും ഉണ്ട്. ഇത് പരിശോധിക്കട്ടെ, അതിൻ്റെ സത്യം എന്താണെന്ന് പുറത്തു വരട്ടെ. ഈ നാട്ടിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ നേതാവ് വളർന്നു വരികയും അദ്ദേഹം ഒരു മന്ത്രിയായാലും മുഖ്യമന്ത്രിയായാലും ഒരു പ്രധാനമന്ത്രിയായാലും നാടിന് ഏറ്റവും നല്ലത് തന്നെ, അതിന് മാറ്റമൊന്നുമില്ല. രാഹുൽ മാങ്കൂട്ടത്തിലും യുവതിയും തമ്മിലുള്ള ഫോൺ സംഭാഷണം റിപ്പോർട്ടർ TV പുറത്തു വിട്ടപ്പോൾ അന്നേ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ അടൂർ നെല്ലിമുകളിലെ ഈ വീട്ടിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം 2 വാർത്താ സമ്മേളനങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അടൂർ നെല്ലിമുകളിലെ ഈ വീട്ടിൽ വെച്ച് നടത്തിയത്. ആ 2 വാർത്താ സമ്മേളനങ്ങളിലും മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA നൽകിയിരുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയും യുവതിയും തമ്മിലുള്ള ഫോൺ സംഭാഷണം റിപ്പോർട്ടർ TV പുറത്തുവിട്ടതിന് ശേഷം പിന്നീട് ഏവരും ഉറ്റുനോക്കിയിരുന്നത് നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തലസ്ഥാനത്തേക്ക് അടൂരിലെ ഈ വീട്ടിൽ നിന്ന് പോകുമോ എന്നുള്ളതായിരുന്നു. ഒരു ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA തൻ്റെ ഔദ്യോഗിക വാഹനത്തിൽ MLA ബോർഡ് വെച്ച വാഹനത്തിൽ ഈ വീട്ടിൽ നിന്നും തിരുവനന്തപുരം ലക്ഷ്യമാക്കി പോയി. മാധ്യമപ്രവർത്തകർ ആ കാറിനെ പിന്തുടർന്നു. പക്ഷേ വളരെ വിദഗ്ധമായി മാധ്യമപ്രവർത്തകരുടെ കണ്ണു വെട്ടിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ അടൂർ നെല്ലിമുകളിലെ ഈ വീട്ടിലേക്ക് തന്നെ ആ വാഹനത്തിൽ തന്നെ തിരിച്ചു വരികയും ചെയ്തിരുന്നു. പാലക്കാട് വോട്ട് ചെയ്തതിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA നേരെ പത്തനംതിട്ട അടൂർ നെല്ലിമുകളിലെ വീട്ടിലേക്ക് എത്തുമെന്നായിരുന്നു സൂചന. പാലക്കാട്ട് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പുറപ്പെടുകയും ചെയ്തിരുന്നു. മാധ്യമപ്രവർത്തകർ പിന്തുടരുകയും ചെയ്തു. ഇത് മനസ്സിലാക്കിയ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പത്തനംതിട്ട അടൂർ നെല്ലിമുകളിലെ വീട്ടിലേക്ക് തൽക്കാലം പോകേണ്ട എന്ന് തീരുമാനിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അടൂർ നെല്ലിമുകളിലെ ഈ വീട്ടിലേക്ക് ഇതുവരെയും എത്തിയിട്ടില്ല. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.